ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരാൻ പോകുന്നൊരു അടിപൊളി ഭാഗമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗത്തിൽ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് ഈ ഭാഗം തന്നെ ഞാൻ എടുത്തത്. അപ്പോൾ ഈ ഹണിമൂണിൻ്റെ ഭാഗം പറയാൻ വേണ്ടി കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ പറയാൻ കേട്ടത് കുറച്ച് കൂടുതൽ പറയാനുള്ളതുകൊണ്ടാണ് അത് ഞാനൊരു എപ്പിസോഡായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊരു ഷോർട്ട് റിവ്യൂ ആണ്. അപ്പോൾ നമ്മുടെ നമ്മുടെ അശ്വിൻ്റെയും ശ്രുതിയുടെ വിവാഹം ഒഫീഷ്യലായിട്ട് നടത്താൻ വേണ്ടി വീട്ടിലെല്ലാവരും തീരുമാനിക്കുകയാണ്. കാരണം അവർ തമ്മിൽ ഒരു പ്രണയവും ആ ഒരു തുറന്നു പറച്ചിലൊക്കെ കഴിയുമ്പോഴേക്കും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒറിജിനലായിട്ട് വിവാഹം നടത്താമെന്ന് വീട്ടുകാർ തീരുമാനിക്കും. അപ്പോൾ വിവാഹത്തിന് മുമ്പ് എല്ലാവരും ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. മെഹന്തി ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ചെറിയൊരു ഗെയിം പോലെ അവർ കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു ഗെയിമാണ് ഞാനിപ്പോൾ പറയണത്. അപ്പോൾ ഞങ്ങളുടെ ശ്രുതിയുടെ കൂട്ടിക്കൊണ്ട് നമ്മുടെ അശ്വിൻ റൂമിലേക്ക് പോകുക കേട്ടോ. എന്താ അശ്വിൻ ചെയ്യാൻ പോകണമെന്ന് ചോദിക്കുമ്പോൾ മിണ്ടരുത് എന്ന് പറയാണ്. നോക്ക്, ഈ ഗെയിമിൽ നീയാണ് തോറ്റിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞാലും നീ അനുസരിക്കണം. അതുകൊണ്ട് ഞാൻ പറയണത് നീ അനുസരിക്കണം, അത്രയേ ഉള്ളൂ. നീ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് റൂമിൻ്റെ അകത്തേക്ക് കയറ്റുവാനായിട്ട് വാതിൽ കുറ്റിയിടുന്നുണ്ട്. എന്നിട്ട് ഒരു തുണി എടുത്തിട്ട് നമ്മുടെ ശ്രുതിയുടെ കണ്ണിങ്ങനെ കെട്ടുക കേട്ടോ. അശ്വിൻ എന്തായി ചെയ്യണത്? ഇതൊന്നും നടക്കില്ല കേട്ടോ. കല്യാണത്തിന് മുമ്പ് ഇതൊന്നും നടക്കില്ല. നാളെ നമ്മുടെ കല്യാണമല്ലേ, ആ കല്യാണം കഴിഞ്ഞിട്ട് റൊമാൻസും കാര്യങ്ങളൊക്കെ മതി എന്ന് ശ്രുതി പറയാണ്. മിണ്ടരുത്, ഗെയിമിൽ തോറ്റത് ആരാണ്? നീ. അപ്പം ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കണ്ണൊക്കെ പൊത്താണ് നമ്മുടെ ശ്രുതിക്കാണെങ്കിൽ. ശ്രുതി വിചാരിക്കും എന്ത് ഭയങ്കര റൊമാൻസ് നടക്കാൻ വേണ്ടി പോകണേണ്, അതുകൊണ്ടാണ് അശ്വിൻ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നിട്ട് ശ്രുതി വിചാരിക്കണം. ശ്രുതിക്കാണെങ്കിൽ കയ്യും കല്ലൊക്കെ ഇങ്ങനെ വിറക്കുവാണ്. പക്ഷെ ഒരു ഇഷ്ടവും ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെ അശ്വിനാണെങ്കിൽ ശ്രുതിയുടെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തലോടുന്നുണ്ട്. ശ്രുതിയാണെങ്കിൽ അശ്വിൻ എന്താ ഇതെന്നൊക്കെ ചോദിക്കുമ്പോൾ മിണ്ടരുതെന്നൊക്കെ പറയാണ്. അങ്ങനെ മുഖത്തൊക്കെ തലോടിന് ശേഷം ശ്രുതിനെയും കൂട്ടിക്കൊണ്ട് അശ്വിൻ നിലത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരും കേട്ടോ. ശ്രുതി ചോദിക്കേണ്ട എവിടേക്ക് കൊണ്ടുപോകണം ചോദിക്കുമ്പോൾ മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും ശ്രുതിനെ അവിടെ നിർത്തുവാണ്. ശേഷം അശ്വിൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പൊട്ടിച്ചിരിക്കുക കേട്ടോ. ശ്രുതി വിചാരിക്കും ഇതെന്താ എല്ലാവരും പൊട്ടിച്ചിരിക്കണതെന്ന് പറഞ്ഞിട്ട് കണ്ണിലെ കെട്ടഴിക്കുമ്പോഴേക്കും ഞെട്ടിപ്പോവാണ്. എല്ലാവരും തന്നെ നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നുമല്ല, അശ്വിൻ മുകളിൽ കൊണ്ടിട്ട് തൻ്റെ മുഖത്ത് മീശയും അതുപോലെ തന്നെ കവിളിലൊരു മറുകും ഒരു പൊട്ടൊക്കെ തൊട്ട് ഒരു പേക്കോലം പോലെ ആക്കിയിട്ടാണ് എല്ലാവരുടെ മുമ്പിൽ നിർത്തിയേക്കണം. അത് കാണുമ്പോഴേക്കും എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. അങ്ങനെ നല്ലൊരു ഭാഗം ഉണ്ട് കേട്ടോ. നല്ല ഒരുപാട് ഗെയിംസ് ഉണ്ട്. അതിലൊരു ഗെയിം മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.